യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രഭാതത്തിൽ തന്നെ മറ്റെല്ലാ ജോലികളും ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് ദൈവത്തിൻ്റെ ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ചും ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്നുമൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരനുഗ്രഹമായ ജീവിതത്തിൽ മാറും. ഒരുപാട് അമ്മമാർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവർ വചനം കേട്ടിട്ടാണ് അടുക്കളയിലേക്കൊന്ന് പോകുന്നത്, ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആരംഭിക്കുന്നത്, അല്ല ജോലിക്ക് പോകുന്നത്, പിള്ളേർ പഠിക്കുന്നത്. 1 മിനിറ്റ് വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. അതൊരനുഗ്രഹമായി ഈ കാലഘട്ടത്തിൽ മാറുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവവചനം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാൻ അത് പ്രയോജനപ്പെടുന്നുണ്ട്. ദൈവവചനം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാൻ അത് കാരണമാകുന്നുണ്ട്. ഏതേലും പ്രത്യേകമായ വിഷയം നിങ്ങൾക്ക് പ്രാർത്ഥനയിലുണ്ടോ എങ്കിൽ ഇന്ന് കേൾക്കുന്ന ആ വചനത്തോട് ചേർത്ത് വയ്ക്ക്. അതൊരനുഗ്രഹമായി, അത്ഭുതമായി ജീവിതത്തിൽ മാറും. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാണ്. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ഒന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ശരിക്കും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ കഴിയും. ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയും ആ പറഞ്ഞു തന്ന വചനവുമാകട്ടോ ഞങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണം. കുടുംബമായി ഞങ്ങൾ ആത്മഹത്യക്കൊരുങ്ങിയതാണ്. അത്രയും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ശരിയാണ്, പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരവും പ്രതിവിധിയുമാകുന്നുണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേട്ടെ. ദൈവത്തിൻ്റെ വാക്കുകൊണ്ടും വചനം കൊണ്ടുവാ ജീവിക്കുന്നതെങ്കിൽ തൊട്ട് താഴെ ഒരു അത്ഭുതമുണ്ട്. അത് വായിക്കാം. 4-ാമത്തെ വാക്യം. ഈ 40 സംവത്സരം ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിച്ച 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. എന്താ വീങ്ങുക എന്ന് പറഞ്ഞാൽ? വണ്ണം വയ്ക്കുക, കീറുക, പഴകി കീറുക. ഒരു വസ്ത്രത്തിനൊക്കെ ഒരു കാലാവധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് പഴകി കൊള്ളാതാവും. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിൾ പറയുവാണ്, അവരോട് പറയുവാണ്, 40 സംവത്സരം നമ്മൾ നടന്നു, പക്ഷെ നിങ്ങളുടെ വസ്ത്രം പഴകി കീറിപ്പോയില്ല, കാലുകൾ വീങ്ങിയില്ല, വണ്ണം വച്ചില്ല. എന്ന് പറഞ്ഞാൽ നടന്ന് കാലിന് നീരൊന്നും വന്നില്ലെന്ന്. അത് ദൈവം നയിച്ചതിൻ്റെ, ദൈവം അവരെ പരിപാലിച്ച് നടത്തി. അതാ എൻ്റെ അർത്ഥം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല,
ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അങ്ങനെ ആ വചനം കൊണ്ട് ജീവിക്കുമ്പം ആ വ്യക്തി അവർ അനുഭവിച്ചത് ദൈവത്തിൻ്റെ അത്ഭുതമുള്ള പരിപാലനയാണ്. നിങ്ങളും ദൈവവചനമല്ലേ കേൾക്കുന്നത്? പ്രാർത്ഥനയോടെയല്ലേ കേൾക്കുന്നത്? ദൈവത്തിൻ്റെ പരിപാലന ജീവിതത്തിൽ വരും. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ആപത്തനർത്ഥങ്ങൾ പാടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും. ഈ വാക്യമൊക്കെ വായിക്കണം കേട്ടോ. അവരുടെ വസ്ത്രങ്ങൾ പഴയതായി കീറിപ്പോയില്ല, കാലുകൾ വീങ്ങിയില്ല, വണ്ണം വച്ചില്ല, നീര് വന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവം അവരെ ഉള്ളം കയ്യിൽ എന്ന പോലെ പരിപാലിച്ചു എന്നാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ വചനം നിങ്ങൾ എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഒരു ശുശ്രൂഷ പോലെ എത്തിക്കുന്നുണ്ട്. എത്ര നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധുക്കൾ, മിത്രങ്ങൾ, പരിചയമുള്ളവർ, പ്രിയപ്പെട്ടവർ, പള്ളിയിലുള്ളവർ ഒക്കെ കേൾക്കാറുണ്ടോ? നമുക്ക് നല്ല മനസ്സോടെ സുവിശേഷം അറിയിക്കണം. നല്ല മനസ്സോടെ. അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് തരും. നമ്മൾ എത്രമാത്രം ദൈവത്തെയും ദൈവവചനത്തെയും നമ്മൾ കൊടുത്തോ, നമ്മുടെ ഒരു കാര്യത്തിനും ഒരു പഞ്ഞം ഉണ്ടാകില്ല, ഒരു കുറവും ഉണ്ടാവില്ല, ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൊടുത്താൽ നമ്മുടെ ഒരു നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വഴി അടഞ്ഞു പോകില്ല. നമുക്കുള്ള അനുഗ്രഹം കുറഞ്ഞു പോകില്ല. നമുക്കുള്ള നന്മ ഇല്ലാതാവില്ല. ദൈവം നമ്മളെ അതുപോലെ സഹായിക്കും. കാരണം ഞാനത് ഈ കാലം കൊണ്ട്, ഈ നാളുകൾ കൊണ്ട്, ജീവിതം കൊണ്ട് അത് മനസ്സിലാക്കിയെടുത്തൊരു സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ വചനമൊക്കെ നോക്ക്. എത്രയോ പേരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമാകേണ്ട ഒരു വചനമാണ്. ദൈവവചനം കേട്ട് മുന്നോട്ട് പോയപ്പം ദൈവം അവരെ ഉള്ളംകൈയിൽ പരിപാലിച്ചെന്ന്. നിങ്ങൾ ആരുമാകട്ടെ, സഭാവ്യത്യാസമില്ലാതെ ഒരു മനസ്സോടെ വചനം കേൾക്കുന്നവരാണ്. ഒരാഴ്ച മുമ്പേ മാർത്തോമ സഭയിലുള്ള ഒരുപറ്റം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു. ഒരു 10-15 പേരുണ്ട്. പ്രാർത്ഥിച്ച് അവരിപ്പോൾ ഓരോരുത്തർ ചുണയോടെ ചാടിച്ചാടി പറയുക, ഞങ്ങളിത് കേൾക്കുന്നുണ്ട്, ഞങ്ങളിത് ധ്യാനിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, ഞങ്ങളുടെ പിള്ളേർക്ക് ഇത് അനുഗ്രഹമാണ്, ഞങ്ങളുടെ കുടുംബം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? സഭാവ്യത്യാസമില്ലാതെ അനേകർ ഈ വചനം കേൾക്കുന്നുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ആ പുതപ്പിൻ്റെ താഴെയാണ് നമ്മളുള്ളത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല ദിവസമായിരിക്കട്ടെ. ഈ ശനിയാഴ്ച ദിവസം ഈ വചനം എപ്പോഴേലുമൊക്കെ 2-3 പ്രാവശ്യം കേൾക്കാൻ ഇടയാകട്ടെ. ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു 10 സമയം ഉണ്ടായിരിക്കട്ടെ. ആരുടെയൊക്കെയോ മുമ്പിൽ ദൈവം ഞങ്ങൾക്ക് തന്നതാ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതാ, ദൈവത്തിൻ്റെ അനുഗ്രഹമാ എന്ന് ഒരു 10 പേരോടെങ്കിലും 10 പ്രാവശ്യം പറയാൻ ഇടവരട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഈശോയുടെ ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം വായിച്ചപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. വചനത്തിൽ ജീവിച്ചപ്പം വസ്ത്രത്തിന് പോലും ഒരു കേട് വന്നില്ല. അവരുടെ കാല് നീര് വച്ചില്ല, വീങ്ങി വന്നില്ല, പൊട്ടിയില്ല. ദൈവത്തിൻ്റെ അത്ഭുതമുള്ള പരിപാലനയാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്ക് ഈ ദൈവപരിപാലന അനുഭവിക്കാൻ കഴിയട്ടെ. ഈ പരിപാലന അനുഭവിക്കാൻ കഴിയട്ടെ. ഈ പരിപാലന നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും. നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങളത് മറക്കാതെ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണ്. എങ്കിലും പറ്റുന്ന സാഹചര്യം നോക്കി വചനം കേൾക്കണം. നാളെയും ഒരുമിച്ച് 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും
പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.